ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുകിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഉഴുന്നൂടെ ആഡ് ചെയ്യുക, അത്രയും ടേസ്റ്റ് കൂടും. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇഞ്ചി, സവാള എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റുക. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.5 ബൗള് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ബൗൾ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ബൗളിന് ഈ ബൗളിൻ്റെ അളവിനാണ് ഞാൻ റവയും തേങ്ങയും എല്ലാം എടുത്തിരിക്കുന്നത്. ഈ ബൗളിന് 1.5 ബൗള് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും ഒന്ന് ഉപ്പ് നോക്കേണ്ടതുണ്ട്. കാരണം ഉപ്പുമാവാകുമ്പോൾ റവയിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ റവയിൽ നല്ലതുപോലെ ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിൽ തന്നെ ആവശ്യത്തിന് ഇടേണ്ടതുണ്ട്. ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ വെജിറ്റബിൾസും വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുമുണ്ട്. വെജിറ്റബിൾസ് നന്നായി വെന്തിട്ടുമുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറേശ്ശെ റവയെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നായി ഇളക്കി എല്ലാ റവയും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളം ഏകദേശം ഒരു 3/4 പങ്ക് വറ്റുന്നത് വരെ നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങയും റവ എടുത്ത അതേ അളവിന് 1 ബൗൾ തേങ്ങ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ആ തേങ്ങയും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വീണ്ടും ഇളക്കാം. പണ്ടുള്ളവരൊക്കെ ചിരട്ടത്തവിയുടെ മൂട് കൊണ്ടായിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ ചിരട്ടത്തവിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതുപോലൊരു തവിയെടുത്ത് അതിൻ്റെ മൂട് കൊണ്ട് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി ചെറു തീയിലിട്ട് നന്നായി ഇളക്കി വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് ചെയ്ത് നോക്കുക. സാധാരണ ഉപ്പുമാവിൽ ആരും ഉരുളക്കിഴങ്ങ് ഇടുന്നതായിട്ട് എനിക്കൊരറിവില്ല. പക്ഷെ ഞാനിടും. അതൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.